3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. മോട്ടിവേറ്റഡ് ഒഫൻഡർ, കുറ്റകൃത്യം ചെയ്യാനുറച്ച ഒരാൾ. സ്യൂട്ടബിൾ ടാർഗറ്റ്. നമ്പർ 2, ഏറ്റവും എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയുന്ന ഇര. ആൻഡ് നമ്പർ 3, ആബ്സെൻസ് ഓഫ് എ കേപ്പബിൾ ഗാർഡിയൻ, കുറ്റകൃത്യം തടയാൻ കഴിയുന്ന പോലീസോ CCTVയോ സുഹൃത്തുക്കളോ ഇല്ലാതിരിക്കുക. ഇത് 3ഉം ഒരുമിക്കുന്ന കുറ്റകൃത്യങ്ങൾ. റുട്ടീൻ ആക്ടിവിറ്റി തിയറി. ഒരാളുടെ പതിവുകൾ വളരെ അടുത്തു നിന്ന് കാലങ്ങളോട് നിരീക്ഷിച്ച് നടത്തുന്ന കുറ്റകൃത്യം. പരിചിതമായ മുഖങ്ങൾക്ക് പിന്നിൽ ക്രിമിനൽ മസ്തിഷ്കങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നതിനുള്ള നേർ ഉദാഹരണമായിരുന്നു ആ കൊലപാതകം. ഒടുങ്ങാത്ത കാത്തിരിപ്പുകൾക്കും വിറങ്ങലിച്ച ഓർമ്മകൾക്കും ശേഷം സത്യത്തിന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന രക്തത്തിന്റെ ഗന്ധമുള്ള ഒരു സമസ്യയുടെ ചുരുളുകൾ അഴിയാണ് ഇവിടെ. ആരംഭിക്കാം കുറ്റവും ശിക്ഷയും. ഇരയുടെ നിസ്സഹായാവസ്ഥയും കുറ്റവാളിയുടെ അടങ്ങാത്ത അത്യാഗ്രഹവും നിഴൽ നീക്കിയ ഒരു ദിവസം. തുമ്പോളിയുടെ ചരിത്രത്തിൽ അവർ ഒരിക്കലും വിചാരിക്കാതെ കടന്നു വന്ന ഒരു കൊലപാതകം. തുമ്പോളി, ആര്യാട്, മാരാരിക്കുളം തെക്ക്, ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ ഒരു മനോഹരമായ തീരദേശ ഗ്രാമം. പ്രശസ്തമായ തുമ്പോളിക്കടപ്പുറവും ചരിത്രപ്രസിദ്ധമായ സെന്റ് തോമസ് പള്ളിയും അടങ്ങുന്ന മത്സ്യബന്ധന ഗ്രാമം. ആലപ്പുഴ ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ മാത്രം അകലെ. കായലുകളും തോടുകളും അറബിക്കടലിലേക്ക് ചേരുന്ന മനോഹരമായ കാഴ്ചകളാൽ സമ്പന്നമായ ഒരു കൊച്ചു ഗ്രാമം. 2010 ഓഗസ്റ്റ് 12 വ്യാഴാഴ്ച. സമയം വൈകിട്ട് 5 മണി. മാരാരിക്കുളം തെക്കു പഞ്ചായത്തിലെ 7ാം വാർഡിലെ ഏലിയാമ്മ ടീച്ചറുടെ വീട്ടിൽ ജോലിക്കാരിയാണ് ലിസമ്മ. രാവിലെ ഏലിയമ്മ ടീച്ചറുടെ വീട്ടിലെ ജോലി തീർത്താണ് ഉച്ചയോടെ ലിസമ്മ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയത്. വൈകിട്ടോടെ തിരിച്ചു വരുമെന്ന് ലിസമ്മ ഏലിയമ്മ ടീച്ചറോട് പറഞ്ഞിരുന്നു. ഭർത്താവും മക്കളും വിദേശത്തായിരുന്നതിനാൽ ടീച്ചർ വീട്ടിൽ തനിച്ചായിരുന്നു താമസിച്ചിരുന്നത്. ലിസമ്മ സാധാരണയായി പകലത്തെ ജോലികൾക്കായാണ് ടീച്ചറുടെ വീട്ടിലെത്തിയിരുന്നത്. ഉച്ചവരെയുള്ള ജോലി കഴിഞ്ഞു പോയാൽ പിന്നെ വൈകിട്ടോടെ ലിസമ്മ സാധാരണയായി തിരിച്ചു വരും. വൈകിട്ട് ഏലിയമ്മയ്ക്കുള്ള ചായയും വൈകിട്ട് വേണ്ട ആഹാരവും തയ്യാറാക്കിയ ശേഷം ലിസമ്മ പോകും. പതിവ് പോലെ വൈകിട്ടോടെ ഏലിയമ്മയുടെ വീട്ടിലേക്ക് ലിസമ്മ മടങ്ങിയെത്തി. വാതിൽ തുറന്ന ലിസമ്മ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച. ലിസമ്മയ്ക്ക് കണ്ണുകളെ വിശ്വസിക്കാനായില്ല. വീടിനുള്ളിൽ ഏലിയമ്മ ടീച്ചർ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. ടീച്ചർക്ക് അനക്കമില്ല, ജീവനുണ്ടോ എന്നുറപ്പില്ല. ആ കാഴ്ച കണ്ട് ലിസമ്മ ഉറക്കെ നിലവിളിച്ചു. എന്താണ് ഏലിയമ്മയ്ക്ക് സംഭവിച്ചത്? കാഴ്ച കണ്ടു ഭയന്നുപോയ ലിസമ്മ ഉടൻ തന്നെ അയൽക്കാരെ വിവരമറിയിച്ചു. ജോലിക്കാരി ലിസമ്മയുടെ ഉറക്കെയുള്ള നിലവിളി കേട്ടാണ് അയൽവാസിയായ ഫ്രില്ലിയും അവിടേക്ക് ഓടിയെത്തിയത്. മരിച്ച ഏലിയമ്മയുടെ ഒരു അകന്ന ബന്ധുവായിരുന്നു ഫ്രില്ലി. ഏലിയമ്മ മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ട് ഫ്രില്ലിയും ഭയപ്പെട്ടു. ഓടിക്കൂടിയ നാട്ടുകാർ അതിവേഗം തന്നെ പോലീസിനെ വിളിക്കാനുള്ള നിർദ്ദേശം നൽകി. നാട്ടുകാരിൽ ഒരാൾ തന്നെ വിവരം ആലപ്പുഴ നോർത്ത് പോലീസിനെ അറിയിച്ചു. 3.5 കിലോമീറ്റർ അകലെ ആലപ്പുഴ ടൗണിലാണ് നോർത്ത് പോലീസ് സ്റ്റേഷൻ. വിവരം ലഭിച്ച ഉടനെ നോർത്ത് പോലീസ് സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി. സമയം വൈകിട്ട് 6 മണി. സബ് ഇൻസ്പെക്ടർ അടങ്ങുന്ന സംഘം ഏലിയമ്മ ടീച്ചറുടെ വീട്ടിലേക്ക് പ്രവേശിച്ചു. പിന്നാലെ വീടും പരിസരവും പോലീസ് ബന്ദോബസ്തിലാക്കി. അനക്കമില്ലാതെ കിടക്കുന്ന ടീച്ചറുടെ മുഖത്ത് എന്തോ ഒരു പൊടി പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അത് മുളകുപൊടിയാണെന്ന് വൈകാതെ മനസ്സിലാക്കി. നിലത്തേക്ക് തള്ളിയിട്ട ശേഷം കൈത്തണ്ടകളിലെയും കഴുത്തിലെയും ഞരമ്പുകൾ കത്തി ഉപയോഗിച്ച് അറുത്തു മാറ്റിയ നിലയിലായിരുന്നു. വീടിന്റെ അടുക്കളവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. കൂടാതെ തെളിവ് നശിപ്പിക്കാനായി
വീടിനുള്ളിലെ രക്തക്കറകൾ കഴുകിക്കളയാൻ ശ്രമം നടത്തിയതിൻ്റെ ലക്ഷണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ടീച്ചർ കൊല്ലപ്പെട്ടതാണ്. വളരെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകം. ചിന്നമ്മ എന്ന ഏലിയമ്മ സെബാസ്റ്റ്യൻ, വയസ്സ് 80, റിട്ടയേർഡ് പ്രധാന അധ്യാപിക, ആലക്കാട്ടുശ്ശേരിൽ വീട്, തുമ്പോളി, ആര്യാട്. മൃതദേഹം ആദ്യം കണ്ടത് ജോലിക്കാരി ലിസമ്മയാണ്. പോലീസ് ലിസമ്മയെ വിളിച്ചു. ആദ്യഘട്ട വിവരശേഖരണം അങ്ങനെ ആരംഭിച്ചു. ലിസമ്മ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം കൃത്യമായി തന്നെ വിശദീകരിച്ചു. ലിസമ്മയുടെ പതിവ് സമയക്രമം അത് ഏതാണ്ട് എന്നും ഒരുപോലെയാണ്. സ്ഥിരമായി ഉച്ചയ്ക്ക് പോയി വൈകുന്നേരം തിരിച്ചു വരും. ഈ സമയം ഏലിയാമ്മ വീട്ടിലൊറ്റയ്ക്കായിരിക്കും. അതായത് ഏലിയാമ്മയെ കൊല്ലാൻ കൃത്യമായി ഈ ഇടവേള തിരഞ്ഞെടുത്തയാൾ ആ വിവരമൊക്കെ കൃത്യമായി നിരീക്ഷിച്ചിരിക്കണം. അതായത് ലിസമ്മ പോയി വരുന്ന സമയം കൃത്യമായി മനസ്സിലാക്കിയാണ് ഏലിയാമ്മയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. മോഷണമായിരിക്കുമോ കൊലപാതക ലക്ഷ്യം എന്ന അന്വേഷണത്തിന് ഉത്തരം ലിസമ്മ തന്നെ നൽകി. ഏലിയമ്മ സാധാരണയായി മാലയും വളകളും ഉൾപ്പെടെ ഏതാണ്ട് 8 പവനിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാറുണ്ട്. മൃതദേഹം കാണുമ്പോൾ അത് ശരീരത്തിൽ നിന്നും കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് ലിസമ്മ പോലീസുമായി പങ്കുവച്ചത്. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. കൊലപാതകത്തിനു ശേഷം തെളിവ് നശിപ്പിക്കുന്നതിനായി വീടിനുള്ളിലെ രക്തക്കറകൾ കഴുകിക്കളയാനുള്ള ശ്രമം നടന്ന കാര്യം ഫോറൻസിക്കും ശരിവച്ചു. ഫോറൻസിക് സംഘം സൂക്ഷ്മമായി നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ഇവിടെ രക്തത്തിന്റെ സാന്നിധ്യം കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞു. കൊലപാതകം നടത്തുന്ന സമയത്ത് വീടിന്റെ അടുക്കള വാതിൽ അകത്തുനിന്നും കുറ്റിയിടാൻ ശ്രമിച്ചിരുന്നു. ആ വീട്ടിൽ സംശയമുള്ള ഓരോ മുക്കും മൂലയും ഫോറൻസിക് സംഘം അരിച്ചുപെറുക്കി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഏലിയമ്മ ടീച്ചറുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴയിലുള്ള വണ്ടാനം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ഒരു നാടിനെയാകെ നടുക്കി നിശബ്ദതയുടെ ഇരുട്ടിൽ നിന്ന് ആ ചോരമണം അന്തരീക്ഷത്തിലേക്ക് പടരുകയാണ്. മക്കളും ഭർത്താവും കാനഡയിൽ കഴിയുമ്പോൾ ഇവിടെ സ്വന്തം ജന്മനാട്ടിൽ അവർ ക്രൂരമായി വേട്ടയാടപ്പെട്ടു. സ്വന്തം മണ്ണിൽ അവർ നിസ്സഹായയായി വീണുപോയപ്പോൾ ചിന്തിയ ചോരയ്ക്ക് കനേഡിയൻ പൗരത്വത്തിന്റെ അന്താരാഷ്ട്ര അതിരുകളുണ്ടായിരുന്നു. ഏലിയമ്മ ടീച്ചർ കനേഡിയൻ പൗരത്വമുള്ള മലയാളിയായിരുന്നു. കാനഡയിൽ ദീർഘകാലം താമസിക്കുകയും അവിടുത്തെ വിദ്യാലയങ്ങളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത ശേഷമാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ടീച്ചറുടെ ഭർത്താവും 4 മക്കളും അടങ്ങുന്ന കുടുംബം അപ്പോഴും കാനഡയിലാണ്. വിദേശ പൗരത്വമുള്ള വയോധിക നാട്ടിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടത് വലിയ വാർത്തയായി. കനേഡിയൻ പൗരയായതിനാൽ രാജ്യാന്തര തലത്തിലും ഏലിയമ്മ ടീച്ചറുടെ കൊലപാതകം വലിയ ചർച്ചയായി. കാനഡ പൗരത്വമുള്ള ഒരു വനിത ഇന്ത്യയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ലോകമാകെ പരന്നു. പോലീസ് കടുത്ത സമ്മർദ്ദത്തിലായി. അവർ അതിവേഗം തന്നെ അന്വേഷണത്തിന്റെ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. പോലീസ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. ഏലിയമ്മ ടീച്ചറുടെ അയൽവാസിയും ബന്ധുവുമായ ഫ്രില്ലിയുടെ മൊഴിയാണ് അടുത്ത ഘട്ടത്തിൽ ആലപ്പുഴ നോർത്ത് പോലീസ് രേഖപ്പെടുത്തിയത്. ഫ്രില്ലിക്ക് നൽകാനുണ്ടായിരുന്നത് നിർണായകമായ ചില ലീഡുകളായിരുന്നു. സർ, സംഭവ ദിവസം ഉച്ചയ്ക്ക് ഒരു കൂട്ടം തമിഴ് നാടോടി സ്ത്രീകൾ ആ പരിസരത്തുണ്ടായിരുന്നു. അവർ പരിഭ്രാന്തിയോടെ ഏലിയമ്മ ടീച്ചറുടെ വീടിന്റെ പരിസരത്തു നിന്നും ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു, ഫ്രില്ലി പോലീസിനോട് പറഞ്ഞു. അതിൽ പോലീസ് തറച്ചു. കൂടുതൽ വിശദമായി ചോദിക്കുകയും ഫ്രില്ലി വിശദമായി തന്നെ മറുപടി പറയുകയും ചെയ്തു. ഫ്രില്ലിയുടെ മൊഴി തള്ളിക്കളയാവുന്നതല്ല. ആ തമിഴ് നാടോടി സ്ത്രീകൾ, അവരെ തേടണം. കൊലപാതകം ചെയ്ത് മോഷണം നടത്തുന്ന തമിഴ് സംഘങ്ങൾ കേരളത്തിൽ ഭീതി വിതയ്ക്കുന്ന സംഭവങ്ങൾ ധാരാളം നടന്നു കഴിഞ്ഞ സമയം കൂടിയാണത്. ഇതോടെ
നാടോടി സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് ഉറപ്പിച്ചു. ആലപ്പുഴ നഗരത്തിലും പരിസരങ്ങളിലുമായി ചുറ്റിത്തിരിയുന്ന നാടോടി സംഘത്തെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. കൊലപാതകവും കവർച്ചയും നടത്തിയ ഒരു കൂട്ടമെന്ന നിഗമനത്തിൽ തൃശൂരിൽ വച്ച ട്രെയിനിൽ നിന്ന ഒരു നാടോടി സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂരിൽ നിന്ന് പിടികൂടിയ ഈ നാടോടി സംഘങ്ങളെ ചോദ്യം ചെയ്തതിൽ നിന്ന് അവർക്ക് ഏലിയാമ്മയുടെ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പോലീസിന് വ്യക്തമായി. ഫ്രില്ലി നൽകിയ സൂചനയിലുള്ളത് അപ്പോൾ ഇവരല്ലേ? ആ മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ട്. പോലീസ് കുഴങ്ങി. ഫ്രില്ലിയുടെ മൊഴിക്ക് പിന്നാലെ ഇറങ്ങിത്തിരിച്ചതാണ്. ഇനി ഫ്രില്ലി പറഞ്ഞത് സത്യം തന്നെയാണോ? കൊലപാതകം നടന്ന ദിവസം ഉച്ചയ്ക്ക് ആ പ്രദേശത്ത് നാടോടി സ്ത്രീകളെ കണ്ടെന്ന ഫ്രില്ലിയുടെ മൊഴിയെ സാധൂകരിക്കുന്ന യാതൊരു വിവരവും മറ്റ് അയൽവാസികളിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ പോലീസിന് ലഭിച്ചില്ല. അതായത് നാടോടി സംഘത്തെ ആ നാട്ടിൽ ഫ്രില്ലി അല്ലാതെ മറ്റാരും കണ്ടിട്ടില്ല. അത്രയും തിരക്കുള്ളൊരു പകൽ സമയത്ത് മറ്റാരും നാടോടി സംഘത്തെ കണ്ടിരുന്നില്ല എന്നത് പോലീസിൽ സംശയമുണ്ടാക്കി. തൃശൂരിൽ നിന്ന് പിടികൂടിയ സംഘത്തെ ചോദ്യം ചെയ്യുക കൂടി ചെയ്തതോടെ ആ സംശയം ഇരട്ടിച്ചു. ഈ ദിവസങ്ങളിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പോലീസിന് ലഭിച്ചു. വീഴ്ചയിൽ ഏലിയാമ്മയുടെ വാരിയെല്ലുകൾ തകർന്നിരുന്നു. കഴുത്തിലും കൈത്തണ്ടയിലും മാരകമായി മുറിവേറ്റ അമിതമായി രക്തം വാർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ആക്രമണത്തിനു മുമ്പ് മുഖത്ത് മുളകുപൊടി വിതറിയതിന്റെ വിവരങ്ങളും റിപ്പോർട്ട് ഉറപ്പിക്കുന്നുണ്ട്. ഏലിയാമ്മ ടീച്ചറുടെ മരണം ആസൂത്രിത കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പറഞ്ഞ നാടോടിക്കഥ പാളിയതോടെ ഫ്രില്ലിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് എത്തി. രണ്ടാമത്തെ ചോദ്യം ചെയ്യലിലെ ഉത്തരങ്ങളും ആദ്യം പറഞ്ഞ ഉത്തരങ്ങളും പരസ്പര വിരുദ്ധമായിരുന്നു. അവർ പറഞ്ഞ നാടോടി സംഘത്തിന്റെ റൂട്ടുകളെക്കുറിച്ചും സമയത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ ബന്ധമില്ലാത്ത മറുപടികളാണ് ഫ്രില്ലി നൽകിയത്. അതായത് അന്വേഷണം വഴിതിരിച്ചുവിടാൻ ഫ്രില്ലിയുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. കൊല്ലപ്പെട്ട ഏലിയമ്മ ടീച്ചറുടെ ബന്ധു, അയൽക്കാരി. എന്തിനാ അന്വേഷണം ഫ്രില്ലി തടസ്സപ്പെടുത്തണം? ടീച്ചർ കൊല്ലപ്പെട്ടിട്ട് ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നു പോവുകയാണ്. തങ്ങൾ ശരിയായ ദിശയിലാണ് എന്ന് പോലും അവകാശപ്പെടാൻ പോലീസിന് കഴിയാത്ത അവസ്ഥ. സമ്മർദ്ദം അന്താരാഷ്ട്ര തലത്തിലുമാണ്. ഏലിയാമ്മ ടീച്ചറുടെ ബന്ധുക്കൾ ഒരു വശത്ത്. സംശയ നിവാരണത്തിനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ഫ്രില്ലിയെ ഒന്നുകൂടി ചോദ്യം ചെയ്യണം. ഇത്തവണ വീട്ടിലേക്ക് പോലീസ് എത്തിയത് പതിവ് ചോദ്യം ചെയ്യലിനാണെന്ന് ഫ്രില്ലി കരുതി. പക്ഷേ ഇനിയുള്ള ചോദ്യം ചെയ്യലൊക്കെ പോലീസ് സ്റ്റേഷനിലാണ്. പോലീസുകാർ ഫ്രില്ലിയെ അറിയിച്ചു. 2010 സെപ്റ്റംബർ 6 തിങ്കളാഴ്ച. അത്യാവശ്യം നിരീക്ഷണത്തിനൊടുവിൽ പോലീസ് ഫ്രില്ലിയെ കസ്റ്റഡിയിലെടുത്തു. ഫ്രില്ലി ഫ്രാൻസിസ്, വയസ്സ് 23, മാഞ്ഞാലിക്കാട് വീട്, മാരാരിക്കുളം തെക്ക്, ആലപ്പുഴ. കസ്റ്റഡിയിലെടുത്ത ഫ്രില്ലി ഫ്രാൻസിസിനെ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. ആദ്യ റൗണ്ടിൽ ഫ്രില്ലി പഴയ ഉത്തരങ്ങൾ ആവർത്തിച്ചു. ചില ചോദ്യങ്ങളോട് സഹകരിച്ചതേയില്ല. പോലീസിന് പക്ഷേ സമയമില്ല. അവർ തനി പോലീസ് മുറിയിൽ നടത്തിയ കടുത്ത ചോദ്യം ചെയ്യലിൽ ഫ്രില്ലി പതറി. ആദ്യമേ തന്നെ ഫ്രില്ലിയുടെ വിരലടയാളം പോലീസ് ശേഖരിച്ചിരുന്നു. കൊലപാതകം നടന്ന ദിവസം അടുക്കള വാതിലിന്റെ കുറ്റിയിൽ നിന്ന് ശേഖരിച്ച വിരലടയാളം ഇതുമായി മാച്ചായി. പക്ഷെ ഫ്രില്ലി ഏലിയാമ്മ ടീച്ചറുടെ ബന്ധുവാണ്, ആ വീട്ടിൽ പോകുന്നയാളാണ്. അതുകൊണ്ട് ആ തെളിവ് മാത്രം മതിയാകില്ല. നാടോടികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പരാജയപ്പെട്ട് പോലീസിന് ഫ്രില്ലിയുടെ മൊഴിയിൽ സംശയം തോന്നിയ ആ ദിവസങ്ങളിലൊന്ന്. പോലീസ് ഫ്രില്ലിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൂടി അന്വേഷിച്ചിരുന്നു. ഫ്രില്ലി ഓഗസ്റ്റ് മാസം പകുതിയോടെ വലിയ തുക കൈകാര്യം ചെയ്തിരുന്നതായും സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചതായും പോലീസ് കണ്ടെത്തി. ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും
ഈ പണയരേഖകൾ പോലീസ് പിടിച്ചെടുത്തിരുന്നു. ചോദ്യം ചെയ്യലിനിടെ ഈ രേഖകളും പോലീസ് ഫ്രില്ലിക്ക് മുന്നിൽ നിരത്തി. അതായത് തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷമാണ് പോലീസ് ഫ്രില്ലിക്കെതിരെയുള്ള ചോദ്യങ്ങൾ തൊടുക്കുന്നത്. തെളിവുകൾ ഏതാണ്ട് മുന്നിൽ നിരന്നതോടെ അധികം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഫ്രില്ലി കുറ്റസമ്മതം നടത്തി. കൊലപാതകം നടത്തിയ ശേഷം ഒരു ഭാവവ്യത്യാസവുമില്ലാതെ നാട്ടുകാരുടെ മുന്നിൽ ദിവസങ്ങളോളം അഭിനയിക്കുകയായിരുന്നു ഫ്രില്ലി എന്ന 23-കാരി. പൊടുന്നിനെ കുറ്റസമ്മതം നടത്തിയ ഫ്രില്ലിയിലെ ഭാവവ്യത്യാസം പോലീസിനെ പോലും അമ്പരപ്പിച്ചു. കൊലപാതകം നടക്കുമ്പോൾ 23 വയസ്സ് മാത്രമായിരുന്നു ഫ്രില്ലിക്ക്. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായിരുന്നു. ഫ്രില്ലി ഫ്രാൻസിസിന്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഫ്രില്ലിക്ക് മറ്റു ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. ആഡംബര ജീവിതം നയിക്കാനാണ് ഫ്രില്ലി ആഗ്രഹിച്ചിരുന്നത്. ഇതോടെയാണ് കൂടുതൽ പണം കൈക്കലാക്കണമെന്ന ചിന്ത ഫ്രില്ലിക്ക് വന്നത്. ഭർത്താവ് വിദേശത്ത് നിന്ന് അയക്കുന്ന പണത്തിനു പുറമെ കൂടുതൽ ആഭരണങ്ങളും ആഡംബര വസ്ത്രങ്ങളും സ്വന്തമാക്കാൻ ഫ്രില്ലി അമിതമായി ആഗ്രഹിച്ചു. ഇതോടെയാണ് തനിച്ചു താമസിക്കുന്ന ഏലിയമ്മ ടീച്ചറുടെ പക്കലുള്ള വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കാൻ ഫ്രില്ലി പ്ലാൻ തുടങ്ങിയത്. ആഭരണങ്ങൾ മോഷ്ടിക്കാനായിരുന്നു ഫ്രില്ലിയുടെ ആദ്യ പദ്ധതി. 2010 ഓഗസ്റ്റ് 12 വ്യാഴാഴ്ച. സമയം ഉച്ചയ്ക്ക് 2:15. ജോലിക്കാരിയായ ലിസമ്മ വീട്ടിലേക്ക് പോയി എന്ന് ഉറപ്പാക്കിയാണ് ഉച്ചയോടെ ഫ്രില്ലി ഏലിയമ്മയുടെ വീട്ടിലേക്ക് എത്തിയത്. കയ്യിലൊരു കവറും ഫ്രില്ലി കരുതിയിരുന്നു. കവറിൽ മുളകുപൊടിയും കത്തിയും. ഫ്രില്ലി അങ്ങോട്ടേക്ക് എത്തിയത് തയ്യാറായി തന്നെയാണ്. ലിസമ്മ പുറത്തു പോകുന്ന കൃത്യമായ സമയം അവർ മുൻകൂട്ടി മനസ്സിലാക്കി വച്ചിരുന്നു. ആരും ഏലിയമ്മയുടെ വീട്ടിലുണ്ടാകില്ലെന്ന ഉറപ്പ് വരുത്തിയാണ് ഫ്രില്ലി ഏലിയമ്മയുടെ വീട്ടിലെത്തിയത്. ഫ്രില്ലി എത്തുമ്പോൾ ഏലിയമ്മ വീടിന്റെ അടുക്കള തിണ്ണയിൽ ഇരിക്കുകയായിരുന്നു. അടുത്ത ബന്ധുവും അയൽവാസിയുമായതിനാൽ യാതൊരു സംശയവും തോന്നാത്ത ഏലിയമ്മ ഫ്രില്ലിയോട് സംസാരിച്ചു. സംസാരം ഇടയ്ക്കൊന്ന് നിർത്തി. ഫ്രില്ലി ഏലിയമ്മയെ സ്നേഹപൂർവ്വം വീടിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആരും പെട്ടെന്ന് കയറി വരാതിരിക്കാൻ ഫ്രില്ലി അടുക്കള വാതിൽ അകത്തുനിന്ന് കുറ്റിയിടുകയും ചെയ്തു. സമയം ഉച്ചയ്ക്ക് 2:30. പെട്ടെന്നായിരുന്നു ഫ്രില്ലി ഏലിയമ്മയ്ക്കെതിരെ തിരിഞ്ഞത്. കയ്യിൽ കൊണ്ടുവന്നിരുന്ന കവറിൽ നിന്ന് മുളകുപൊടി എടുത്ത് ഫ്രില്ലി ഏലിയമ്മയുടെ മുഖത്തേക്കെറിഞ്ഞു. വയോധികയാണെങ്കിലും ടീച്ചർ ബഹളം വയ്ക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്താൽ കാഴ്ച മറയ്ക്കാനും അവരെ തളർത്താനുമായിരുന്നു ഫ്രില്ലി വീട്ടിൽ നിന്ന് തന്നെ മുളകുപൊടി ഒരു പൊതിയിലാക്കി കൊണ്ടുവന്നത്. കണ്ണിനു കാഴ്ച മറഞ്ഞതോടെ ഏലിയമ്മ പരിഭ്രാന്തിയിലായി. പിന്നാലെ ഫ്രില്ലി ഏലിയമ്മയെ പിന്നിൽ നിന്ന് ശക്തമായി തള്ളി. ഫ്രില്ലിയുടെ അപ്രതീക്ഷിതമായ നീക്കത്തിൽ ഏലിയമ്മ നിലത്തേക്ക് വീണുപോയി. വീഴ്ചയുടെ ആഘാതത്തിൽ വയോധികയായ ഏലിയമ്മയുടെ വാരിയെല്ലുകൾ പൊട്ടി. ഇതോടെ എഴുന്നേൽക്കാൻ കഴിയാതെ ഏലിയമ്മ നിലവിളിക്കാൻ ശ്രമിച്ചു. ഫ്രില്ലി താൻ കൊണ്ടുവന്ന കവറിനുള്ളിൽ നിന്ന് ഒരു കത്തി പുറത്തേക്കെടുത്തു. മൂർച്ചയേറിയ ആ കത്തി ഉപയോഗിച്ച് ഏലിയമ്മയുടെ ഇരു കൈത്തണ്ടകളിലെയും കഴുത്തിലെയും ഞരമ്പുകൾ ഫ്രില്ലി ക്രൂരമായി അറുത്തുമാറ്റി. രക്തം വാർന്നതോടെ ഏലിയമ്മ സംഭവ സ്ഥലത്തു തന്നെ മരണപ്പെട്ടു. ടീച്ചറുടെ മരണം ഉറപ്പാക്കിയ ശേഷം അവർ ധരിച്ചിരുന്ന 9 പവനിലധികം വരുന്ന സ്വർണവളകളും മാലയും ഫ്രില്ലി ആ ശരീരത്തിൽ നിന്നും ഊരിയെടുത്തു. തെളിവ് നശിപ്പിക്കാനായി തറയിലെ രക്തക്കറകൾ കഴുകിക്കളയണമെന്ന് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. കഴുകാൻ തുടങ്ങിയപ്പോഴാണ് അത് അത്ര എളുപ്പമല്ല എന്ന് ഫ്രില്ലിക്ക് മനസ്സിലായത്. അതോടെ അടുക്കള വാതിൽ വഴി ഫ്രില്ലി അവിടെ നിന്നും കടന്നുകളയുകയായിരുന്നു. മനഃശാസ്ത്രത്തിലെ അപകർഷതാബോധവും ആഡംബര ഭ്രമവും ഇത് രണ്ടും ചേരുമ്പോൾ ധാർമ്മികതയുടെ അതിരുകൾ തകർന്നടിയുന്നു. ചുറ്റുമുള്ള ലോകത്തെ അത്ഭുതപ്പെടുത്താനും സ്വന്തം അഹംഭാവത്തെ തൃപ്തിപ്പെടുത്താനുമുള്ള അടങ്ങാത്ത ദാഹം ഒടുവിൽ ഒരമ്മയുടെ പ്രായമുള്ള വൃദ്ധയുടെ ജീവനെടുക്കുന്ന കൊലയാളിയായി അവളെ മാറ്റിമറിച്ചു. രക്തത്തിൽ കുളിച്ചുകിടന്ന ആ വയോധികയുടെ ശരീരത്തിൽ നിന്ന്
ചോരയിറ്റുന്ന കൈകളോടെ അപഹരിച്ചെടുത്തത് 9 പവനിലധികം വരുന്ന മാലയും വളകളും. അതൊക്കെ കൂടി ഒന്നിച്ചൊരു സ്ഥലത്ത് വിൽക്കുന്നതോ പണയം വയ്ക്കുന്നതോ അബദ്ധമാകും. ചിലപ്പോൾ താൻ പിടിക്കപ്പെടുന്നതിന് അത് കാരണമാകുമെന്ന് ഫ്രില്ലി കരുതി. അതുകൊണ്ട് തന്നെ പോലീസ് പണയ ഉരുപ്പടികൾ പിന്തുടരാതിരിക്കാൻ വ്യത്യസ്ത സ്വകാര്യ സ്ഥാപനങ്ങളിലാണ് ഫ്രില്ലി ഇവ പണയം വെച്ചത്. എന്നാൽ ഇവിടെയാണ് ഫ്രില്ലിക്ക് അബദ്ധം പറ്റിയത്. നാടോടികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പരാജയപ്പെട്ടതോടെ പരിസര പ്രദേശങ്ങളിലെ ധനകാര്യ സ്ഥാപനങ്ങളിലെ സ്വർണ്ണ പണയ ഇടപാടുകൾ പോലീസ് വിപുലമായി പരിശോധിച്ചിരുന്നു. ഈ പരിശോധനയിലാണ് ഫ്രില്ലി പലയിടങ്ങളിലായി പണയം വെച്ച സ്വർണത്തിന്റെ രേഖകളും തൊണ്ടി മുതലും പോലീസ് കണ്ടെടുത്തത്. അതും കൊലപാതകം നടന്ന ശേഷമുള്ള തൊട്ടടുത്ത ദിവസങ്ങളിൽ. ആഭരണങ്ങൾ പണയം വെച്ചതോടെ ലഭിച്ച തുക ഉപയോഗിച്ച് ഫ്രില്ലി പിന്നീട് സ്വന്തമായി പുതിയ സ്വർണ്ണമോതിരം, ആഭരണങ്ങൾ, വില കൂടിയ വസ്ത്രങ്ങൾ എന്നിവ വാങ്ങി. ഇതിന്റെ തെളിവുകളും പോലീസ് ശേഖരിച്ചു. 2010 സെപ്റ്റംബർ 6 ഫ്രില്ലിയുടെ അറസ്റ്റ് ആലപ്പുഴ നോർത്ത് പോലീസ് രേഖപ്പെടുത്തി. ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഫ്രില്ലിയെ പോലീസ് ഹാജരാക്കിയത്. കോടതി ഫ്രില്ലിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ആലപ്പുഴ ജില്ലാ ജയിലിലേക്ക് മാറ്റി. അതിനോടകം ഏലിയാമ്മ ടീച്ചർ കൊലക്കേസ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം ഏറ്റെടുത്തിരുന്നു. വൈകാതെ അന്വേഷണം പൂർത്തിയാക്കിയ ക്രൈംബ്രാഞ്ച് സംഘം കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കൊലപാതകം, കവർച്ച, തെളിവ് നശിപ്പിക്കൽ, അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഫ്രില്ലിക്കെതിരെ പോലീസ് ചുമത്തിയിരുന്നത്. കേസിന്റെ വിചാരണയ്ക്കായി 70ഓളം സാക്ഷികളെ പ്രോസിക്യൂഷൻ കുറ്റപത്രത്തിന്റെ ഭാഗമായി കോടതിക്ക് മുന്നിൽ ഹാജരാക്കി. പ്രതിയെ കുടുക്കാൻ സഹായിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട 2 തെളിവുകളായിരുന്നു. ഒന്ന് വീടിന്റെ പിൻഭാഗത്തെ അടുക്കള വാതിലിൽ നിന്ന് ലഭിച്ച ഫ്രില്ലിയുടെ വിരലടയാളം. മറ്റൊന്ന് മോഷ്ടിച്ച സ്വർണം വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ പ്രതി സ്വന്തം പേരിൽ പണയം വെച്ചതിന്റെ യഥാർത്ഥ പണയരേഖകളും ഫ്രില്ലിക്കെതിരായ 2ാമത്തെ തെളിവായി. കൊലപാതകം നടന്ന് നീണ്ട 16 വർഷങ്ങൾ. ഇക്കഴിഞ്ഞ ജൂലൈ 28 ഈ കൊലപാതകം സംബന്ധിച്ച ഒരു നിർണായക ദിവസമായിരുന്നു. ചോരമണക്കുന്ന ആ ഓർമ്മകൾക്ക് 16 വർഷത്തെ പഴക്കമുണ്ടെങ്കിലും കാലം ആ പാപക്കറയെ കഴുകിക്കളഞ്ഞിട്ടില്ല. ഒടുവിൽ നീതിയുടെ തുലാസ് ചലിച്ച ആ ജൂലൈ 28 അടിവരയിടുന്നത് മറ്റൊരു ലളിതമായ തത്വചിന്തയാണ്. കുറ്റം താൽക്കാലികമായി ജയിച്ചേക്കാം, പക്ഷേ പ്രകൃതി ഒടുവിൽ അതിന്റെ കണക്കുകൾ തീർക്കുക തന്നെ ചെയ്യും. ജൂലൈ 28 ചൊവ്വാഴ്ച ഏലിയാമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ഫ്രില്ലി ഫ്രാൻസിസ് കുറ്റക്കാരിയാണെന്ന് ആലപ്പുഴ സെഷൻസ് കോടതി വിധിച്ചു. ജഡ്ജി എം ഷുഹൈബാണ് ഫ്രില്ലി കുറ്റക്കാരിയെന്ന് വിധിച്ചത്. 2026 ജൂലൈ 31 ബുധനാഴ്ച കേസിലെ ഏകപ്രതി ഫ്രില്ലി ഫ്രാൻസിസിന് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ജീവപര്യന്തം തടവിന് പുറമെ വിവിധ വകുപ്പുകളിലായി 15 വർഷം അധിക തടവും പ്രതി അനുഭവിക്കണമെന്ന കോടതി വിധിയിൽ വ്യക്തമാക്കി. ഇതിനു പുറമെ 75,000 രൂപ പിഴയും പ്രതിക്ക് കോടതി ശിക്ഷയായി വിധിച്ചു. ഫ്രില്ലിക്കെതിരെ പ്രോസിക്യൂഷൻ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും കോടതിയിൽ തെളിഞ്ഞു. ഫ്രഞ്ച് തത്വചിന്തകനായ വോൾട്ടേർ പറഞ്ഞതാണ്, മനുഷ്യൻ ഒരേ സമയം യുക്തിബോധമുള്ള ജീവിയും ക്രൂരനായ വേട്ടക്കാരനുമാണ്. രക്തത്തിന്റെ മണം പേറുന്ന ആ ദുരൂഹപാതയിൽ ഒടുവിൽ അവൾ ഒറ്റപ്പെട്ടു. ഇരുൾമൂടിയ കാരാഗൃഹത്തിന്റെ തുരുമ്പിച്ച കമ്പികൾക്കിടയിലേക്ക് വിധി അവളെ വലിച്ചെറിഞ്ഞു. ഇപ്പോൾ നിശബ്ദത മാത്രം തളം കെട്ടിയ ആ ഇരുണ്ട കോണിലിരുന്ന് നഷ്ടപ്പെട്ടുപോയ വെളിച്ചത്തെയും സ്വന്തം ആത്മാവിനെ വിറ്റ ആ കറുത്ത നിമിഷത്തെയും ഓർത്ത് അവൾ നെടുവീർപ്പെടുന്നുണ്ട്. നാളെ വീണ്ടും കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.